ജേണി ഓഫ് ജയരാജിൽ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ അതിഥിയല്ല, എൻ്റെ സുഹൃത്താണ്. പൊതുവെ പോഡ്കാസ്റ്റിലൊക്കെ ഗസ്റ്റുകളാണ്, ഇത് ഗസ്റ്റല്ല, എൻ്റെ സുഹൃത്താണ്. ഞാൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത്. ഞാൻ ഇൻസ്പയർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ യാത്രകളിലാണ്. ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ജീവിതാനുഭവം, അതുപോലെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം, ജീവിതത്തോടുള്ള സമീപനം വളരെ വ്യത്യസ്തമാണ്. എനിക്ക് ലോകത്തോടത് പറയണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആരും അറിയാതെ പോകുന്ന ചില സുഹൃത്തുക്കൾ, അതിലൊന്നാണ് സൂരജ്. എനിക്ക് ഒരുപാട് വില പിടിച്ച എൻ്റെ സൂരജ്. ജേണി ഓഫ് ജയരാജിലേക്ക് സ്വാഗതം. താങ്ക് യു. നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. ഇത് ഒരു സെലിബ്രിറ്റി ഷോ അല്ല, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി പോഡ്കാസ്റ്റ് അല്ല. നമ്മൾ പരസ്പരം നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഹൈവേയിലാണ് സൂരജ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹമായിട്ട് വരുന്നത്, അല്ലേ? അന്ന് ഈ മുടിയുണ്ട് ഇത്രയും, അല്ലേ? ഹൈവേയിൽ നമ്മൾ സുരേഷ് ഗോപി അഭിനയിക്കുന്ന ആ ക്യാരക്ടറിൻ്റെ എതിരെയുള്ള വില്ലന്മാരുടെ ഗ്യാങ് ആണ്, കുറേ ബൈക്ക്, അല്ലേ, നൈറ്റ് റൈഡേഴ്സ് ഗ്യാങ്ങിലൊരാൾ. അപ്പം ഈ ഭാഗത്തുനിന്ന്, അതായത് ഫോട്ടോ വെച്ച ഭാഗത്തുനിന്ന് ബൈക്കിൽ ഫ്രീക്ക് ലുക്കിംഗ് ആയിട്ടുള്ള കുറേ പേര് വേണം എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ വന്നാണ് സൂരജ്. ശരി. ആ സമയം ഞങ്ങൾ വിളിച്ച സമയമോ അല്ലെങ്കിൽ അന്ന് നമ്മൾ ഹൈവേയിലേക്ക് വന്ന സമയമല്ല, എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ടോ? അത് ഇവിടെ അച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അച്ചുവാണ് ഇവരെല്ലാം എനിക്ക് കണക്ട് ചെയ്തത്. അപ്പോൾ പിന്നീട് അതൊരു ഗ്രൂപ്പ് ഇവിടുത്തെ ആയി. ഈ എറണാകുളത്തൊന്നും കുറച്ച് പേര് ഫോട്ടോ വെച്ച് എല്ലാവരും കൂടി കളക്ട് ഒരു ഗ്യാങ്ങായി. അവരെല്ലാവരും എല്ലാം വണ്ടി മോഡിഫൈ ചെയ്ത് എല്ലാവരും അതിനു വേണ്ടി റെഡിയായി. ശരിക്കും അന്ന് ലൊക്കേഷനിൽ വന്ന് ഞങ്ങൾ നിൽക്കുമ്പോൾ പറയണത് ഓക്കെ ആണ് പറയണത്. മേക്കപ്പിന് ഒന്നും ഒരാളും ഒരു സാധനം ചെയ്യാതെ തന്നെ ഓക്കെ ആയെന്ന് പറഞ്ഞത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല ആരും. അതെ. ഇത് ഈ കോസ്റ്റ്യൂമോ ആർക്കും ഒന്നും തന്നെ ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങൾ കറക്റ്റായിട്ടാണ് ഇവിടുന്ന് നമ്മൾ നൈറ്റ് റൈഡേഴ്സിനെ എങ്ങനെയാണോ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെ ഞങ്ങളൊരു ഗ്യാങ് അങ്ങ് വരികയാണ്. വന്നവിടെ അത് ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോരുകയാണ് എല്ലാവരും. എല്ലാവരും കൂടി ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് വന്നതാണ്. അന്നും ഈ ഫോട്ടോ വെച്ച് എന്നും ഈ മോഡേൺ അല്ലെങ്കിൽ എപ്പോഴും ഒരു സ്റ്റൈലിൻ്റെ കാര്യത്തിലും ഒക്കെ മുന്നിലാണ്, അല്ലേ? ഫോട്ടോ വെച്ച് എപ്പോഴും എല്ലാവരും അഡ്വാൻസൺ ആയതിൽ എല്ലാവരും അഡോപ്റ്റ് ചെയ്യും. പുറത്തുനിന്ന് ഫോറിനേഴ്സ് എപ്പോഴും വരും. പിന്നെ കൊച്ചിൻ പോർട്ടുള്ളതിൻ്റെ പേരിൽ എപ്പോഴും വെസ്റ്റായിട്ടൊരു കണക്ഷൻ അവിടെ ഉണ്ട് പണ്ട് തൊട്ടേ. അപ്പം അതിൻ്റെ ഇതിലെല്ലാവരും അതിൻ്റെ ഇൻഫ്ലുവൻസിൽ എല്ലാവരും ഒരു ഫ്രീക്കായിട്ട് നടക്കുക കംപ്ലീറ്റ്. ഇപ്പോൾ സൂരജിൻ്റെ ചെറുപ്പകാലം ഇവിടെ പള്ളുരുത്തിൽ വന്നാണല്ലോ, തിരൂരിന്ന് പള്ളുരുത്തിൽ വന്നാണ്. അച്ഛനോടെ ഫോട്ടോ വെച്ചിൽ ഇവിടെ ഷിപ്പ്യാർഡ് ജോലിയായിരുന്നു. കൊച്ചിൻ പോർട്ടിൽ ജോലിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വരുന്നതല്ലേ? ശരിക്കും തിരൂരുകാരാ? ഫാമിലി തിരൂരാണ്. പക്ഷേ അച്ഛൻ വന്നതിന് മുമ്പ് തന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ തൊട്ട് ഇവിടെ ഉണ്ട്, കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ ഈ നമ്മളെ പോർട്ടല്ല, എന്താണ് ഈ കുരുമുളക് ഇതൊക്കെ ആ മൂപ്പൻ എന്താണ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗോഡൗണുകളുള്ള ആ ടൈം തൊട്ടിട്ട് തന്നെ ഉണ്ട്. ഇപ്പം ഇവിടെ വന്ന് ഇവിടുത്തെ ഓർമ്മകളാണ് കൂടുതൽ, അല്ലേ? പള്ളുരുത്തിയും അല്ല ഫോട്ടോ വെച്ചായിട്ട് ബന്ധപ്പെട്ട ചൈൽഡ്ഹുഡ് അല്ലേ കൂടുതൽ? ഞാൻ ഒരു 13 വയസ്സായപ്പോഴത്തേക്കും കൊച്ചിയിലോട്ട് വന്നു അവിടെ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഫോട്ടോ വെച്ച് തന്നെ ആയിരുന്നു ഒരു 19 വയസ്സ് വരെ. അത് കഴിഞ്ഞ് പഞ്ചാബിലോട്ട് പോയി. പിന്നെയുള്ള ലൈഫ് ഒരു 30 വരെ പഞ്ചാബായിരുന്നു. പഞ്ചാബിൽ പോകാനുള്ള കാരണം എന്താ? പഞ്ചാബിൽ നമ്മുടെ അനിയത്തിനൊരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു താമസം. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ട്രാവൽ ചെയ്യണം എന്നുള്ള ഇതിൽ ഫസ്റ്റ് ട്രാവൽ അങ്ങോട്ടാണ് ചെയ്തത്. അന്നോട്ട് ഈ ആഗ്രഹമുണ്ട്, യാത്ര ചെയ്യാനുള്ള ആഗ്രഹം, ട്രാവൽ ചെയ്യാനുള്ളത്. അവിടുന്ന് UP പോയി ഒറ്റയ്ക്ക്. അത് കഴിഞ്ഞ് ഒരു 30 ഒക്കെ ആയപ്പോഴത്തേക്കും ഇംഗ്ലണ്ടിലോട്ട് അന്ന് പോയി. അപ്പം അതിന് മുൻപ് യോഗ പഠിച്ചോ? യോഗ. അപ്പം ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് യോഗ പഠിക്കാൻ തീരുമാനിക്കുന്നതാണ്. അതേത് പ്രായത്തിലാണ്? അത് ഒരു
25 ആണോ? 25 വയസ്സായ 25 അതെവിടെയായിരുന്നു? കഴിഞ്ഞ ശിവാനന്ദ ആശ്രമത്തിൽ. അത് തിരുവനന്തപുരത്ത്. അവിടെ ഞാനുണ്ടായിരുന്ന ഒരു ആശ്രമത്തിലൊരു 5 years ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ആശ്രമത്തിൽ പഠിച്ച് സാധാരണ എല്ലാവരും പോരുകയാണ്. അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു അത് കഴിഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ ആ യോഗ പഠിക്കുന്ന ആ ഒരു സ്റ്റേജ് ആണോ മൊത്തം ഒരു ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കിയത്? അത് എൻ്റെ ഒരു സ്റ്റെപ്പായിരുന്നു അത്. അതുവരെ ശരിക്കും വേറൊരു ലൈഫ് സ്റ്റൈലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈഫ് ഒന്ന് ഓർഡറിലാക്കി. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലുള്ള ലൈഫ് എന്ന് വെച്ചാൽ ശരിക്കും ഒരു ടിപ്പിക്കൽ നമ്മുടെ ഹൈവേയിലെ ആയിട്ടാണ്. ഒരുപാട് ഫ്രണ്ട്സും അടിച്ചുപൊളി ബൈക്കും കമ്പനിയും. അന്ന് മുടിയുണ്ടോ? അന്നുണ്ട്. ശരി. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ മുടിയാണ് അല്ലേ? എനിക്ക് ബൈക്ക് 89 തൊട്ടിട്ട് ബുള്ളറ്റ് ഉണ്ട്. അന്ന് അധികം ആർക്കും ഇല്ല. അപ്പോൾ ആ ബുള്ളറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ ബുള്ളറ്റും മോഡിഫൈഡ് ആയിരുന്നു അല്ലേ? എനിക്ക് ഓർമ്മ ചെയ്ത അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്, അല്ലെങ്കിൽ നോർമൽ ഇതിൽ പോരുന്നത്. അപ്പോൾ ഈ പഞ്ചാബിലേക്കുള്ള യാത്രയൊക്കെ ബുള്ളറ്റിലായിരുന്നു അതോ? ഇല്ല, അത് ട്രെയിനിൽ 5 ദിവസം, അന്നത്തെ കാലത്ത് 5 ദിവസം പിടിക്കും എത്തണമെങ്കിൽ. ഈ പഞ്ചാബിൽ ചെന്നിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? നമുക്ക് ഇഷ്ടപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചാബിൽ ഫുഡ് നല്ല ഒരു ഫുഡാണ്. അതായത് കുറച്ച് ഹെവി ആയിട്ടുള്ള, നമ്മളുടെ ഇവിടുത്തെ പോലെയല്ല. കുറച്ച് ഹെവിയാണ്. ഇവിടെ അറിയാമല്ലോ, റൈസും ഇതല്ല. അതല്ല, അവിടെ ശരിക്കും നല്ല വെജിറ്റബിൾ ആണെങ്കിൽ പോലും നല്ല ഹെവി ആയിട്ടുള്ള രീതിയിൽ ബട്ടറും മലായും മിൽക്കില്ലാത്ത എന്തില്ല അവിടെ. സാധാരണ വീടുകളിൽ അവിടെ കിലോ എന്നാണ് അവർ പറഞ്ഞത്. ഒരു 2 കിലോ 3 കിലോ സാധാരണക്കാരൻ വരെ വീട്ടിൽ വാങ്ങിക്കും. മിൽക്ക് എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പം അതിൽ തന്നെ അവർ ബട്ടറും ഈ മലായി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സാധനവും അവർക്ക് കിട്ടും. അപ്പോൾ ഫുഡ് നല്ല ഹെവി ഫുഡാണ് അവിടുത്തെ. പിന്നെ ഞാൻ സ്പെയർ പാർട്സ് ബിസിനസ്സായിരുന്നു ചെയ്തിരുന്നത്. കേരളത്തിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് പഞ്ചാബിൽ നിന്ന് സപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരുവിധപ്പെട്ട പഞ്ചാബിൽ തന്നെ പല സ്ഥലങ്ങളിലും പോണ്ടായിട്ട് വരുമായിരുന്നു അന്നത്തെ ടൈമിന്. അപ്പോൾ ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ ജലന്ധർ, ലുധിയാന, പക്കോട അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിൽ തന്നെ കിട്ടിയതാണ് യോഗയും ആശ്രമവും ഇതൊക്കെ. ട്രെയിനിൽ തന്നെ ട്രാവലിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അങ്ങനെയാണ് ആശ്രമത്തിൽ വന്ന് വിട്ട് അവിടുന്ന് നേരെ ഇംഗ്ലണ്ടിൽ പോകുന്നതിന് മുമ്പ് ഡെബ്രയെ പരിചയപ്പെട്ടോ? ഇപ്പോൾ ഡെബ്രയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫോറിനർ അല്ല അവരുമായിട്ടുള്ള സൗഹൃദം പിന്നീട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു. എങ്ങനെയാണ് കണ്ടുമുട്ടലൊക്കെ? എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ ആശ്രമത്തിൽ വെച്ച് തന്നെ കണ്ടുമുട്ടിയത്. പിന്നെ ഡെബ്ര എന്നെ കാണാൻ വേണ്ടിയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഓരോ സ്ഥലങ്ങൾ, രാജസ്ഥാൻ, ബംഗാൾ, ഇവിടെ ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങൾ കംപ്ലീറ്റും ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇംഗ്ലണ്ടിലോട്ട് പോണത്. ഇന്ത്യയിൽ ഒരുവിധം ഫുള്ളായിട്ട് തന്നെ ഒരുവിധം അന്നത്തെ ടൈമിന് അറിയാവുന്ന കംപ്ലീറ്റ് സ്ഥലവും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഉപജീവന മാർഗം അല്ലെങ്കിൽ അന്നത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ യോഗയാണ്. യോഗ ഇല്ല, അന്ന് എനിക്ക് സ്പെയർ പാർട്സിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഇൻകം ആയിരുന്നു അത്. കാര്യം കേരളയിലെ എല്ലാ സ്ഥലത്തുനിന്നും ഞാൻ ഓർഡർ എടുക്കുമായിരുന്നു. അത് പഞ്ചാബിൽ നിന്ന് സപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പം അത് നല്ലൊരു ഇൻകം അന്ന് എനിക്ക് കിട്ടുമായിരുന്നു. അത് മൊത്തം അത് ട്രാവൽ കഴിഞ്ഞ് തീർന്നിട്ടേ അടുത്ത ഇതിന് പോവുള്ളൂ ചെയ്യുമായിരുന്നു. അത് കിട്ടിയ വെച്ച് ട്രാവൽ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു 30 വരെ ഫുള്ള് സ്പെൻഡ് മാത്രം ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ പോകണത്. ഇംഗ്ലണ്ടിൽ പോകുന്നതിന് മുൻപ് ആ ഇന്ത്യയിൽ ഇത്രയും സ്ഥലങ്ങൾ യാത്ര ചെയ്തല്ലോ. ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മോട്ടോർ സൈക്കിൾ ഡയറീസ് ഒക്കെ പോലെ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു വഴിത്തിരിവാണല്ലോ ഈ യാത്രകൾ, ഓരോ സ്ഥലത്ത് പോയതിൻ്റെ. അതിൽ ഓർക്കുന്ന അനുഭവങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനുണ്ടായ മാറ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ ഓരോ ട്രാവലിങ്ങിലും എന്തെങ്കിലും നമുക്ക് കിട്ടുമല്ലോ, പഠിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും എന്തെങ്കിലും അറിയാൻ ശ്രമിക്കാറുണ്ട്. അതല്ലാതെ വേറെ ടൂറ് പോണത് പോലെയല്ല. സാധാരണ അവിടുത്തെ ഭക്ഷണം കഴിക്കും, അവിടുത്തെ ആൾക്കാരെ കൂടെ കഴിയുന്നതും സംസാരിച്ച് അവിടുത്തെ രീതി ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്.
അപ്പോൾ അവരുടേതായിട്ടുള്ള കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ. ഇവിടുത്തെ അതിൻ്റെ നേരെ അഗൈനിസ്റ്റ് ആയിരിക്കും പല ഇതിലും. അപ്പോൾ അത് ചോദിച്ചറിയാറുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ പല ആൾക്കാരുടെ പല രീതികളാണല്ലോ. ഇപ്പം സൈറ്റ് സീയിങ് ഉണ്ട്, ഇപ്പം സൂരജ് പോകുന്നത് ഇങ്ങനെ അറിയാൻ വേണ്ടിയാണ്. ഈ അറിവ് എന്ന് പറയുന്നത് ആദ്യം ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുതുതായിട്ട് പോകുന്ന ഒരാൾക്ക് ഈ ടോക്ക് ഷോ കാണുമ്പം അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എങ്ങനെയാണ് ഈ ശരിക്കും അപ്രോച്ച് ചെയ്യേണ്ടത്. ഈ സാധാരണ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ കഴിയുന്നതും അവിടുത്തെ രീതി ഫോളോ ചെയ്യാൻ നോക്കണം. ഫുഡായാലും ആ രീതി അവരുടെ പഠിക്കണം, അല്ലെങ്കിൽ അവരുടെ ആ രീതി കഴിയുന്നതും നമ്മൾ എത്ര ദിവസമാണെങ്കിലും 2-3 ദിവസമാണെങ്കിൽ പോലും ആൾക്കാരെ ശ്രദ്ധിച്ചിട്ട്, അവിടുത്തെ ആൾക്കാരെ ശ്രദ്ധിച്ചിട്ട് മാക്സിമം അതേപോലെ ജീവിക്കാൻ ശ്രമിക്കണം. ഫുഡിൻ്റെ ആണെങ്കിലും എല്ലാ സ്ഥലത്തും ഒരു രീതി ഉണ്ടാവുമല്ലോ ഓരോ ആൾക്കാർക്ക്. നമ്മളുടെ ഇവിടുത്തെ സ്റ്റൈലായിരിക്കില്ല. അപ്പോൾ അത് അനുസരിച്ച് അവരെ കൂടെ പോകാൻ നമ്മൾ ശ്രമിക്കണം. അവരുമായിട്ട് മിക്സ് ചെയ്യാൻ നോക്കണം. അതാണ്. അതല്ലാണ്ട് നമ്മൾ ഇന്നതേ കഴിക്കുള്ളൂ, ഇന്ന സ്ഥലത്തേ പോകാൻ പാടില്ല എന്നൊന്നുമില്ല. ഒരു ട്രാവൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് കിട്ടിയാലും ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ട് വരും. എന്ത് കഴിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മീറ്റ് കഴിക്കൂല, വെജിറ്റബിൾ തന്നെ കിട്ടും. പക്ഷെ അത് കുക്കിംഗ് രീതി അവരുടെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ അതിൽ പോകണം. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമ്മൾ ശ്രമിക്കണം പഠിക്കാൻ. പിന്നെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് പാടില്ല, നമ്മൾ സൂക്ഷിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം വന്നിട്ട് ഞാൻ മിക്കവാറും എൻ്റെ ഇത് കാരണമായിരിക്കും അത് അവിടുത്തെ ആൾക്കാരുടെ അതേ രീതിയിൽ ഫോളോ ചെയ്യണ കാരണം എനിക്ക് അതല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഞാൻ അവരെ പോലെ ഒരാളെന്നുള്ള രീതിയിലായത് കാരണം എനിക്ക് ഇതുവരെയായിട്ടും അങ്ങനൊരു പുറത്തുനിന്ന് വന്ന ഒരുത്തൻ എന്നുള്ള രീതിയിൽ ഒരാളെ എന്നെ ഇതുവരെയായിട്ടും അപ്രോച്ച് ചെയ്തായിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് കാരണം ഇതായിരിക്കും, അവരെ ഞാൻ ശ്രദ്ധിക്കണതിൻ്റെ അവരുടെ രീതി ഇതുമായപ്പോഴത്തേക്കും അവർക്ക് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ അവിടെ ഉള്ളത് അല്ലെങ്കിൽ അറിയാവുന്ന എന്തെങ്കിലും ആയിരിക്കും. അത് കാരണം എനിക്കൊരിക്കലും ഒരു സ്ഥലത്തും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ. പിന്നെ ഈ പുറത്തേക്ക് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു തീരുമാനം ഡെബ്രയായിട്ട് എടുത്തതാണോ അതോ സൂരജിൻ്റെ ആയിരുന്നോ? ഇല്ല, അത് ഡെബ്ര തീരുമാനിച്ചാണ്. അവിടെ പോയി കുറച്ച് നാൾ നിന്നിട്ട് ഇങ്ങോട്ട് വരാമെന്നുള്ള കണ്ടീഷനിൽ ഇവിടെ വന്നിട്ട് താമസിക്കാം. അപ്പോഴും ഡെബ്രയായിട്ട് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്, നിങ്ങളൊരു ലിവിങ് ടുഗദർ ആണ് അല്ലേ? ആയിരുന്നു. പിന്നെ 2000 ആയപ്പോഴത്തേക്കും രാജസ്ഥാനിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ മാരേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ന്യൂ ഇയറിന് 2000 ഞങ്ങൾ മാരേജ് ചെയ്ത് മാർച്ചോടുകൂടെ ഞാൻ ലണ്ടനിലോട്ട് പോയി. അപ്പോൾ ഒരു ഫംഗ്ഷനായിട്ട് മാരേജ് ചെയ്തോ അതോ? ഫംഗ്ഷനായിട്ട് ഈ നമ്മളെ കലൂര് വെച്ചിട്ടുണ്ടായിരുന്നു മാരേജ്. കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അബാദിൽ വെച്ചിട്ടൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നിച്ചുള്ള യാത്രയാണ് UK-യിലേക്ക് അല്ലേ? പിന്നെ അവിടുന്ന് എങ്ങനെയായിരുന്നു അവിടുത്തെ ലൈഫ്? അല്ലെങ്കിൽ പുതിയൊരു അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുകയും ചെയ്തു അല്ലേ, ബ്രിട്ടീഷ്? അതിനൊക്കെയുള്ള തോന്നൽ എന്തുകൊണ്ടാണ് UK ചൂസ് ചെയ്തത്? കാരണം ഡെബ്ര അമേരിക്കക്കാരിയാണ്. അല്ല, ഈ UK ആയിരുന്നു രണ്ടുപേരും. ജോലിയുടെ ഇതിൽ ഡെബ്ര അവിടെയായിരുന്നു. പിന്നെ ഈ അന്നത്തെ കാലത്ത് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ പോലെ അല്ല. ഈ ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാറ്റിയിടലും അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇമിഗ്രേഷനിൽ പിടിച്ചു നിർത്തും. ഈ കാര്യം അവരെല്ലാവരും വിചാരിക്കണം നമ്മളവിടെ പോയി നിൽക്കാൻ പോകണമെന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ ആ രീതിയിൽ അവർ നമ്മളെ കാണുള്ളൂ. ഈവൻ അമേരിക്കയിൽ വരെ ചെന്ന് കഴിഞ്ഞാൽ അന്നത്തെ ടൈമിന് ഇന്ത്യൻ പാസ്പോർട്ട് ആയിരുന്ന ടൈമിന് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഈ ട്രാവലിങ്ങിന് എളുപ്പം ബ്രിട്ടീഷ് പാസ്പോർട്ടാണ്. ഒരു 192 രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ തന്നെ പോകാം. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന കാരണം വെച്ച് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയതാണ്. അതിൻ്റെ ബേസിൽ മാത്രം എടുത്തതാണ് ഞാൻ പാസ്പോർട്ട്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ട്രാവൽ പെറു, സൗത്ത് അമേരിക്കയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ വരെ അന്നത്തെ കാലത്ത് പിടിച്ചു നിർത്തുമായിരുന്നു. ഇപ്പോൾ അവർ മാറി, അവരുടെയൊക്കെ സ്റ്റൈലൊക്കെ ഇപ്പോൾ മാറി. സൗത്ത് അമേരിക്കയിലൊക്കെ പെറു, എക്വഡോറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. മാച്ചു പീച്ചു
2002 ഗുലാപ്പിഗോസ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട് ഈ എക്വഡോറിൻ്റെ. എക്വഡോറിൽ നിന്ന് പസഫിക്കിലേക്ക് അരമണിക്കൂർ ഫ്ലൈ ചെയ്യണം. എല്ലാം ഒരു 5-8 ഐലൻഡാണ്. എല്ലാം ലാവ കറപ്ഷനിലുണ്ടായതാണ്. എല്ലാ ഐലൻഡിലും ഓരോരോ ടൈപ്പ് ആനിമൽസാണുള്ളത്. നമ്മളിവിടെ ഒന്നും കാണാൻ പറ്റാത്ത ടൈപ്പ് സാധനങ്ങളാണ്. എല്ലാം ഡിഫറെൻറ്റ് കംപ്ലീറ്റ്ലി. പിന്നെ ഈ അനിമൽസിന് അറിയാമെന്ന് തോന്നുന്നുണ്ട് അവിടുത്തെ ലോ തൊടാൻ പാടില്ലെന്നുള്ളത്. അപ്പോൾ അത് കാരണം അവർ നമ്മളെ മുട്ടി നടക്കും. നമ്മൾ തൊടാൻ പാടില്ലെന്നാണ് അവിടുത്തെ ആ ഐലൻഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവർ സ്റ്റാമ്പ് ചെയ്യും, ഒരു ആമയുടെ അടയാളമുള്ള പാസ്പോർട്ടിൽ. അന്ന് $100 ഇട്ടാണ് തോന്നുന്നുണ്ട്. ആ കൊല്ലം അവർ പറഞ്ഞത് ഈ 35,000 ടൂറിസ്റ്റിനാണ് അവർ എന്ത് ചെയ്യണത്, ആ കൊല്ലം വരുമെന്ന് അവർ എക്സ്പെക്ട് ചെയ്യണത്. പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ ലക്ഷങ്ങളായിട്ടുണ്ടാവും. കാരണം അന്നത് ഒരു വലിയൊരു ഇതായിരുന്നു. അധികം ആൾക്കാർ പോകാത്ത, എക്സ്പെൻസീവ് ആണ് നല്ല. പിന്നെ ഈ അവിടെ താമസിക്കുന്ന ബോട്ടിലായിരുന്നു. ഓരോ ഐലൻഡിലും ഓരോരോ ദിവസം അവർ കൊണ്ടുപോകും. ഒരു ദിവസം ഒരു ഐലൻഡിൽ, അത് കഴിഞ്ഞ് സെക്കൻഡ് അത് പാക്ഡ് ടൂർ ആയിരുന്നു. അത് ഐലൻഡിൽ പാക്ക് ചെയ്ത ടൂറാണ്. അതാണ് എല്ലാ ആ ഒരു, പക്ഷെ ഒരാഴ്ച ബോട്ടിൽ തന്നെ എല്ലാ. അപ്പം അവിടുത്തെ നിയമമാണ് മൃഗങ്ങളെ തൊടാൻ പാടില്ല, തൊട്ടാൽ പണിഷ്മെൻ്റ് ആണ്. പണിഷ്മെൻ്റ് അല്ല, ഈ സീലൊക്കെ ഇല്ല നമ്മൾ വിചാരിക്കണതിലും കൂടുതൽ വളരെ ഇതാണ്. ഏത് ഈ ഇവിടെ ജാതിയുടെയൊക്കെ പറയണത് പോലെ മനുഷ്യൻ തൊട്ടിട്ടുണ്ടെങ്കിൽ, കുഞ്ഞിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് തൊടൂല പിന്നെ കുഞ്ഞിനെ. അത് ചെറിയ കുഞ്ഞ് മരിച്ചു, അതിന് ഇത് ഫീഡിങ് മണമായിരിക്കും, മനുഷ്യൻ്റെ മണമായിരിക്കും. തൊട്ടാ അത് ഉപേക്ഷിക്കുമോ? അത് ഞങ്ങൾ കാണിച്ചു തന്നായിരുന്നു ഗൈഡ്, ഒരു കുഞ്ഞ്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ആരോ കയറി അതിനെ തൊട്ടതാണ് സീലി. അത് ഭയങ്കര ഇതാണത്. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും, പക്ഷേ അത് തൊട്ടതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ വരുമ്പോൾ തൊടരുതെന്ന് എല്ലാവരുടെ അടുത്തും പറയണമെന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു. അത് മൃഗങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് അവർ ധൈര്യത്തോടുകൂടി കടലിൽ വരെയുള്ള എല്ലാം ഒരുവിധപ്പെട്ട എല്ലാം നമ്മളുടെ കാലൊക്കെ തൊട്ടിട്ട് പോവുമല്ലോ. ആമസോണിലൊക്കെ പോയിരുന്നോ? ആമസോണിൽ പോയായിരുന്നു, പെറുവിൽ പോയിട്ട്. ആമസോൺ അതും ഇതുപോലെ തന്നെ കുറേ ഉള്ളിൽ ഒരു ജർമ്മൻകാരൻ്റെ ഒരു റിസോർട്ടുണ്ട്. ജർമ്മനാണ്, കാട്ടിൻ്റെ അകത്ത് കുറേ ഉള്ളിലോട്ട് പോകണം. എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിൽ, പെറുവിന്ന് ഫ്ലൈറ്റിൽ പോകണം. ഒരു കാട് പോലെയുള്ളൊരു സ്ഥലത്ത് ഒരു പാടത്താണെന്ന് തോന്നുന്നുണ്ട് ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. ആ ചെറിയ ടൈപ്പ് ഫ്ലൈറ്റില്ലേ, അവിടുന്ന് പിന്നെ 2 മണിക്കൂറാണ്, 2.5 മണിക്കൂർ ബോട്ടിന് പോകണം. ഈ ആമസോൺ ഇത് കണ്ടിട്ടില്ലേ, ഫോറസ്റ്റ് ആ ലൈക്ക് ഉണ്ടല്ലോ, ചെറിയ വീതി കുറഞ്ഞത്, അതിൽ കൂടെ ഒരു 2.5 മണിക്കൂർ അകത്തോട്ട് പോകണം. അതിൻ്റെ അകത്താണ് ഇങ്ങേരി കൊണ്ടുവന്ന് വെച്ചേക്കണത് ഒരു ജർമ്മൻകാരൻ. അത് റിസോർട്ടാണോ അതോ വീട്? റിസോർട്ട് നല്ല സ്റ്റൈലിൽ ഉണ്ടാക്കിയേക്കണം. മുളയൊക്കെ വെച്ച് തന്നെ അല്ല, ആ നാച്ചുറൽ ഇതിലാണ് ചെയ്തേക്കണത്, അല്ല ബിൽഡ് ചെയ്തേക്കണമല്ല. അവിടുത്തെ മരം മുള ഇതൊക്കെ വെച്ച്. അവിടെ മൃഗങ്ങളുടെ ശല്യം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോണ ഇതിൽ ലേക്കിൽ ഇഷ്ടം പോലെ മുതല പോലുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പ് കുരങ്ങുണ്ട്, റെഡ്, ഏതാണ്ട് മനുഷ്യരെ പോലെ തന്നെ കാണും. നിന്ന് കഴിഞ്ഞാലൊക്കെ അത്ര തന്നെ വലിപ്പമുള്ള ഒരു ഇതുണ്ട്. ഇതൊക്കെ അപകടകാരികളാണ് അവിടെ? അങ്ങനൊന്നുമില്ല. ഈ അന്നത്തെ കാലത്ത് ഇവർ അതിനെ പിടിച്ച് കഴിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു അവിടുത്തെ ആൾക്കാർ. പക്ഷെ അത് ശരിക്കും മനുഷ്യരെ പോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നും. എന്തെങ്കിലും അനുഭവങ്ങൾ അവിടെ ആ താമസത്തിൽ അല്ലെങ്കിൽ ആമസോണിലുള്ള ആ ഒരു കുറച്ച് ദിവസം? ഇല്ല, അവിടെ ഇത് തന്നെ നാച്ചുറലായിട്ടുള്ള കുറേ ഇതേപോലുള്ള കാര്യങ്ങൾ, മൃഗങ്ങളെ അത് ഇതൊക്കെ ആയിട്ട് അവർ കാണിക്കാൻ കൊണ്ടുപോകണതും ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഐസൊലേറ്റ് ചെയ്തൊരു ഇതായിട്ടാണ് സ്ഥലമായിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ജംഗിളിൻ്റെ നടുക്കല്ലേ, വേറൊരാളെയും കാണൂല. ആകെ ഉള്ളത് ഈ വന്ന് താമസിക്കുന്ന ഗസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെയുള്ള വർക്കേഴ്സ്. ഒരു രസം. യാത്ര ചെയ്യുന്നവരോട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്?
ഞാനേ എല്ലാവരുടെ പറയാറുണ്ട് പ്രസന്റ് ഞാൻ എവിടെയാണ് ആ സ്ഥലം എനിക്ക് ഇഷ്ടമാണ് എവിടെയാണെങ്കിലും. അപ്പോൾ ഫിലോസഫി അല്ലേ, അതാണ് സൂര്യൻ്റെ ഫിലോസഫി ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ സത്യത്തിൽ ഞാൻ അത് എൻജോയ് ചെയ്യണ വ്യക്തിയാണ്. ഞാൻ വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞതല്ല. ഈ ചിലർ ചോദിക്കും ഇന്ത്യനെല്ലാം ബെറ്ററാണ് യൂറോപ്പ് എന്ന് ചോദിക്കും. അവിടെ നമ്മളെവിടെയാണ് അവിടെ ഏറ്റവും നല്ലത്. ഏറ്റവും കാര്യം അത് സ്വയം ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ അനുഭവിച്ച അറിഞ്ഞ ഫിലോസഫിയാണോ? ഇല്ല, അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ ആ രീതിയിൽ ഞാൻ ജീവിക്കാറുള്ളൂ. അത് ആ സ്റ്റൈലിൽ ഇതല്ല. അല്ലെങ്കിൽ ആ സ്ഥലത്തുനിന്ന് ഞാൻ മൂവ് ആവും. എനിക്ക് പറ്റിയില്ലെങ്കിൽ അസ്വസ്ഥത തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ നിൽക്കില്ല. ഈ ഇംഗ്ലണ്ടിൽ എത്ര നാൾ യോഗ അവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുറേ കാലം അവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തി അല്ലേ? ഞാൻ എനിക്ക് കൂടുതലും പ്രൈവറ്റ് ക്ലയൻസ് ആയിരുന്നു ഈ അവിടെ ലണ്ടനിൽ. അത് ഇപ്പോൾ പോയാലും ഞാൻ ഇടയ്ക്ക് അവർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അത് അവിടുത്തെ നല്ല കുറച്ച് ക്ലയൻസ് ഉണ്ട്. ഇപ്പോൾ ഈ സാധാരണ അവിടെ പോയവർക്കൊക്കെ അറിയാൻ പറ്റും, വാഗമാമ റെസ്റ്റോറൻ്റ് ഉണ്ട്, അതിൻ്റെ ഫൗണ്ടറെ ഞാനാണ് യോഗ പഠിപ്പിക്കാറ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ക്ലാസ് എടുക്കും, കൂടാറ് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ അതുപോലത്തെ കുറച്ച് നല്ല നല്ല ക്ലയൻസ് എനിക്കുണ്ട്. അവിടെ പോകുമ്പോൾ അവരെ ഒക്കെ കാണും. പിന്നെ ആൻറ്റിക്കിൻ്റെ കുറച്ച് ഇതുണ്ട് പരിപാടി, എനിക്കിഷ്ടമാണ് ആൻറ്റിക്ക്. അപ്പം അത് സ്വയം തന്നെ വന്നതാണോ അല്ലെങ്കിൽ ആ ടേസ്റ്റ്? അത് ഞാനേ ഈ സ്പെയർ പാർട്സിൻ്റെ ബിസിനസ്സായിരുന്നല്ലോ. അപ്പോൾ ഈ ബിസിനസ് എന്തായാലും കുറച്ച് ഉണ്ട്. പഞ്ചാബിൽ നിന്ന് പഠിച്ചാണ്, പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ്, ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ വന്നാലും ആ ഒരു ഇത് കാണും. എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നമ്മൾ തന്നെ പോയപ്പോൾ പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഒരു റിങ് എന്തോ വാങ്ങിച്ചിട്ട് ഒരു സ്ഥലത്ത് എത്ര 15 പൗണ്ട് കൊടുത്തിട്ട് ഒരു കടയിൽ കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇതിന് ഇവിടെ പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ ഏതാണ്ട് 150 പൗണ്ട് പറഞ്ഞു. നമ്മൾ ഏതാണ്ട് ഒരു 100 മീറ്റർ 200 മീറ്റർ നടന്നിട്ടുള്ളൂ. അപ്പം അതേപോലെ അതിനെ കുറിച്ചിട്ട് അറിയാമെങ്കിൽ, ആൻറ്റിക്ക് പീസിനെ കുറിച്ചിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈസിയാണ്. അത് നോളജാണ് ശരിക്കും. അത് ഒരു പീസ് കണ്ടു കഴിഞ്ഞാൽ അത് കണത് എവിടുത്തെയാണെന്നും എത്ര നാൾ പഴക്കമുണ്ടെന്നും അതിൻ്റെ വാല്യൂ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും വിൽക്കുന്ന ആൾക്കാർക്ക് അറിയണമെന്നില്ല. അവിടുത്തെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരൻസ് കളക്ട് ചെയ്യണത് അവരുടെ കാലശേഷം അവർ കൊണ്ടുവന്നിട്ട് കിട്ടിയ വില കൊടുത്തുള്ളൂ. അപ്പോൾ ആ വിൽക്കണവർക്ക് അതിൻ്റെ മൂല്യം അറിയില്ല. അതിനിപ്പോൾ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് വരാൻ പോണത്. പിള്ളേർക്ക് അറിയില്ല പാരൻസിൻ്റെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് അറിയാമെങ്കിൽ ഈസിയാണ് ലൈഫ് ഇതേപോലുള്ള കൺട്രിയിൽ ജീവിക്കാൻ. നമുക്കറിയണം, നമുക്കതിൻ്റെ വാല്യൂ അറിയണം, എന്താണെന്ന് അറിയണം. ഞാൻ അതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്, ബുക്ക് വരെ വാങ്ങിച്ച് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കണ്ടാലറിയാം ഏതാണെന്ന്, അത് എവിടെ നിന്ന് വന്നതാണെന്ന്. അതെ, യുകെയിലെ ആ സ്ട്രീറ്റിൽ നമ്മൾ നടന്നു പോയ സ്ട്രീറ്റിൽ ആൻറ്റിക്സ് വിൽക്കുന്ന സ്ട്രീറ്റിൽ നമ്മൾ ചിലത് ഫേക്ക് ഉണ്ട്, ഒറിജിനലും ഉണ്ട്. പക്ഷെ ആ ഒറിജിനൽ കണ്ടാൽ തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒറിജിനലും ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. ആ മാർക്കറ്റിൽ തന്നെ എല്ലാം ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. കുറേ കഴിയുമ്പോൾ മനസ്സിലാവും അത്. ഈ ഇവിടെ തന്നെ ഉണ്ടല്ലോ കുറേ പഴയ ടൈപ്പ് കട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല, അത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പഴയ മരം വെച്ചിട്ട് ഉണ്ടാക്കിയ പഴയ കട്ടിലാണെന്നുള്ളത്. ടൈപ്പ് ഉണ്ടാക്കിയതാണ് ഇവിടെയും ചെയ്യും അവർ. അവിടെ ആ കച്ചവടക്കാരന് അറിയില്ല അതിൻ്റെ വാല്യൂ. അതെ രസം. നമ്മൾ ഇതേപോലുള്ള സാധനങ്ങൾ ഈ പീസുകൾ ചില ആർട്ടിസ്റ്റ് വർക്കൊന്നും അറിയില്ല. അത് നമുക്കറിയാമെങ്കിൽ ഈസിയാണ്. 1-2 പീസ് കിട്ടിക്കഴിഞ്ഞാൽ പോയ ട്രിപ്പ് ഫ്രീ ആവും, നല്ല കറക്റ്റ് ആയിട്ട്. പിന്നെ അതിൻ്റെ പ്രോഫിറ്റ് ഫ്ലൈറ്റിങ് എല്ലാം ഫ്രീ ആവും. അവിടെ തന്നെ കൊടുത്താൽ മതി. ഈ ലൈനിൽ തന്നെ കടയുണ്ട് ഇതൊക്കെ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരതിനുള്ള പ്രൈസ് തരും. ഇതിനാണ് അന്ന് ചില സ്റ്റോൺ നീല കളറുള്ള കല്ലുകളൊക്കെ അന്ന് സൂരജ് വാങ്ങുകയും ഒരു കടയിൽ നിന്ന് വാങ്ങി വേറൊരു കടയിൽ വിൽക്കുകയും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എങ്ങനെ തിരിച്ചറിയും ആ കല്ല് ഒറിജിനൽ ആണെന്ന്, അല്ലെങ്കിൽ അത്രയും വാല്യുബിൾ ആണെന്ന്? അത് കല്ലിനെ കുറിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് ക്ലാസ് ആണോ ഇതാണോ എന്നുള്ളത്. അത് നമ്മൾ അതിനെ കുറിച്ചിട്ട് അവർ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്.
ബുക്കിൽ. അപ്പോൾ അത് നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അതിന് കല്ലിനെ കുറിച്ചിട്ട്. പക്ഷെ എന്നാലും കല്ല് കുറച്ച് ടഫാണ് മനസ്സിലാക്കാൻ. എന്നാലും ട്രൈ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പരിധി വരെ സൗഹൃദം. ഇപ്പം സൂരജിൻ്റെ ഏറ്റവും വലിയ ട്രഷർ എന്ന് പറയുന്നത് ഫ്രണ്ട്സാണ്. ഇപ്പോൾ UK പോയി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഫ്രണ്ട്സ് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പിന്നീട് അവരുമായിട്ട് നിരന്തരമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ, അതുകൊണ്ടാണോ നിലനിൽക്കുന്നത്, അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു? അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്, പോകുമ്പോൾ വിളിക്കാറും, ഇവിടെ വന്നാലും അങ്ങോട്ടും കൂടെ ഇടയ്ക്കൊക്കെ എല്ലാവരുമായിട്ടും എന്ത് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ വരും, അവിടെ തന്നെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരുമിച്ച് കറങ്ങാനൊക്കെ പോകും എല്ലാവരുമായിട്ട്, ഫാമിലി. അതെല്ലാ റിലേഷൻഷിപ്പും എന്ത് ചെയ്യാറുണ്ട് ഞാൻ. ഇപ്പോൾ യോഗ ഫുൾ ടൈം ആയിട്ടില്ലല്ലോ, വല്ലപ്പോഴും മാത്രം അവിടെ പോകുന്നു, കയ്യിലെ പൈസ തീരുമ്പോൾ യോഗ പഠിപ്പിക്കുന്നു, വീണ്ടും ട്രാവൽ ചെയ്യുന്നു അല്ലേ. അപ്പം അമേരിക്കൻ യാത്ര ഡെബറയായിട്ട് ചേർന്നുള്ള യാത്ര ഉണ്ട്. ഡെബറയുടെ നാട്ടിലോട്ട് പോയില്ലേ, ടെനസിയിലോട്ട് പോയതും എന്തെങ്കിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? അല്ല, ടെനസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ പോലെ തന്നെ ഒരു ഗ്രാമമാണ്. അവർ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെയുള്ള ആൾക്കാരൊക്കെ ഒരു പാവം ആ ഒരു സ്റ്റൈലുള്ള ആൾക്കാരാണ്. നമ്മൾ വിചാരിക്കണ അത്ര അമേരിക്കക്കാരെന്ന് വിചാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഭയങ്കര സ്മാർട്ടായി ബ്രില്യൻ്റ്. ഇവിടുത്തെ പോലെയൊക്കെ തന്നെ ഗ്രാമങ്ങളിൽ ചില ചെന്ന് കഴിഞ്ഞാലുള്ള അതേപോലത്തെ മൈൻഡ് തന്നെയാണ് അവരുടെ. വലിയ നോളജൊന്നും അവർക്കും ഉണ്ടാവില്ല. അവരവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും സിറ്റിയിലൊക്കെയാണ് കുറച്ച് ആൾക്കാർ സ്മാർട്ടായിട്ട് എനിക്ക് തോന്നിയേക്കണത്. സംസാരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അവരുടെ നോളജ് ബേസ്. പക്ഷെ അതിൽ വളരെ ഇവരുടെയൊക്കെ സ്ഥലം വളരെ ഇതായിട്ടുള്ളതാണ്. ഭയങ്കര റേസിസൊക്കെ ഉള്ള സ്ഥലമാണത് ടെനസിയൊക്കെ. സിറ്റിയല്ല, ഈ അകത്തോട്ട് ഇതേപോലെയുള്ള ഗ്രാമങ്ങളൊക്കെ. അവരൊക്കെ ഇപ്പോഴും ആ പഴയ ഇത് വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അവരുടെ പുതിയ തലമുറയൊക്കെ ഓരോ കോളേജിലൊക്കെ പോയി പഠിച്ച് വന്നിട്ട് അവിടെ അവർ കാണിക്കണതൊക്കെ കണ്ടിട്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ മാത്രം വന്നിട്ടുള്ളൂ. അതല്ലാതെ മിക്കവരും അവരുടെ 60-40 ഉള്ള സ്റ്റൈലിൽ തന്നെ ജീവിക്കുന്നത്. അവിടെ പോകുമ്പോൾ അവിടുത്തെ പബ്ബുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറില്ലേ? പബ്ബുകളിലൊക്കെ പോകാറ്. പബ്ബ് സ്ഥിരം ഒരു സ്ഥലത്തിൻ്റെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്ന പബ്ബായിരിക്കും അല്ലേ. അവിടുത്തെ ഒരു കൾച്ചർ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നു അല്ലേ. അത് കൂടുതലും ഇംഗ്ലണ്ടിലാണ്. അമേരിക്കയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് സിറ്റിയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഷിക്കാഗോയിലുണ്ടാവും പബ്ബ് ഇഷ്ടം പോലെ. ഇവരുടെ ടെനസി ചെറിയ ടെനസിലൊക്കെ ചില വില്ലേജുകളുണ്ടല്ലോ, അവിടെയൊന്നും അത്ര ഇതുണ്ടാവില്ല. ഒരു ഇതുണ്ടാവും, റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, അവിടെ തന്നെ എല്ലാ ഡ്രിങ്ക്സും കിട്ടും. അത് അവിടെ വന്നവരൊക്കെ ലോക്കലിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. എല്ലാവരും പള്ളിയിൽ പോകുന്ന ആൾക്കാരും ആ ഒരു കൾച്ചർ ഇതായിട്ടുള്ളതാണ്, അവർ പരസ്പരം അറിയാവുന്നതാണ്. പക്ഷേ ഇംഗ്ലണ്ട് അതല്ല. ഇംഗ്ലണ്ടിൽ ഡിഫറെൻ്റാണ്. ഇംഗ്ലണ്ടിൽ നമ്മൾ തന്നെ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും കണ്ടിട്ടില്ല പല ഗ്രാമങ്ങളിലും ഒരുപാട് പബ്ബുകൾ, ഡിഫറെൻ്റ് ടൈപ്പ് പഴയ പബ്ബുകൾ. അവിടെ ഉണ്ട് ഒരു അവരുടെ കമ്മ്യൂണിറ്റി എല്ലാ ദിവസവും വന്ന് കാണുന്ന ആൾ. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യത്തിനെ കാണുന്നത് ഈ ഒരു ഡ്രങ്കായിട്ട് ഫുള്ള് ഇതായിട്ട് ഒരു മൂഡിൽ വരാനുള്ള ഒരു സോഷ്യലൈസും കൂടി അവർ പരസ്പരം സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങളും അവരുടെ നമ്മളുടെ ഇവിടെ പോലത്തെ അല്ല. ഇവിടെ അങ്ങനെ ആയിട്ടില്ല. ഇവിടെ ശരിക്കും വേറൊരു രീതിയാണ്. ബാറെന്ന് പറയുന്നത് തലകുത്തി തിരിച്ചു വരാവുന്ന കണ്ടീഷനിലുള്ളൊരു സ്ഥലമായിട്ടാണ് ഇവിടെ ഇപ്പോൾ പോണത്. പക്ഷെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ. ഈ ടെനസിൽ നമ്മൾ പോകുമ്പം ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ചെറുപ്പക്കാരൊക്കെ വിദേശത്തോട്ട് പോവുകയാണ്, കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നു, പ്രായമുള്ളവർ മാത്രമായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ എങ്ങനെയാണ് കണ്ടത്? അവിടെയും യങ്സ്റ്റേഴ്സ് ഉണ്ടോ, അതോ അവരൊക്കെ അവിടെ വിട്ടു പോയോ? അവിടെ ഇല്ല. അവിടെ റെഡിയാണ്. അവർ 35 തൊട്ടിട്ട് ഈ മെറ്റീരിയലിസ്റ്റ് ഇതിൽ കയറിയതാണ്. നമ്മളിപ്പോഴാണ് കാലെടുത്ത് വെച്ചേക്കണത് മെറ്റീരിയലിസത്തിലേക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കണ മെറ്റീരിയലിന് വേണ്ടിയിട്ടായി. മെറ്റീരിയൽസ്, ഈ ഫ്രിഡ്ജ്, മൊബൈല്, ഇൻസ്റ്റാൾമെൻറ്റ്, അപ്പോൾ ഈ കാറ്, ഇതെല്ലാം എടുക്കുമ്പോഴത്തേക്കും ഈ ഫാമിലി മൂല്യങ്ങൾ നഷ്ടപ്പെടും. കാരണം നമ്മൾ ബില്ലടക്കാൻ വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഓടുമ്പോൾ നമ്മളെ വിലപ്പെട്ട കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടും.
അപ്പോൾ പാരൻസിനൊന്നും അവർക്ക് നോക്കാനോ കാണാനോ പറ്റൂല. അപ്പോൾ അവർ സ്വന്തമായിട്ട് തന്നെ ജീവിക്കണതൊക്കെയാണ്. ഞാൻ അവിടെ ചെല്ലുന്ന ടൈമിന് എല്ലാ പ്രായമായിട്ടുള്ള ആൾക്കാരും 84 വയസ്സും 75 എല്ലാവരും സിംഗിളായിട്ടുള്ളവർ വരെ ഒറ്റക്കാണ് താമസം. അവരുടെ കാര്യങ്ങളെല്ലാം ഒറ്റക്കാണ്. ചെറുപ്പക്കാർ കുറവാണ്, ചെറുപ്പക്കാർ തീരില്ലെന്ന് തന്നെ പറയാം. ചെറുപ്പക്കാരൊക്കെ അവർ സിറ്റികളിൽ പോയി താമസിക്കുള്ളൂ അവിടെയൊക്കെ. കാരണം അവിടെയാണല്ലോ അവർക്ക് എല്ലാം ഉള്ളത്. പബ്ബും ഇതുപോലുള്ള ജോലി എല്ലാം അവിടെയാണ്. ഈ ഗ്രാമത്തിലൊന്നും ഉണ്ടാവില്ലല്ലേ, എല്ലാവരും പരസ്പരം അറിയണം. അപ്പോൾ അത് കാരണം ഒരു 18 വയസ്സാകുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഏതെങ്കിലും ന്യൂയോർക്കാ ചിക്കാഗോ ഏതെങ്കിലും സിറ്റി പിടിക്കും. എന്നിട്ട് അവിടെ ജോലി എടുത്ത് അവർ കിട്ടുന്ന കാശ് വെച്ച് ജോലി അടിച്ച് ജീവിക്കും. ഇവിടെ പ്രായമായിട്ടുള്ള ഇത് കാരണം താമസിക്കും. ഇംഗ്ലണ്ടിലും അതേ കൾച്ചറാണോ അതോ? ഇംഗ്ലണ്ടിലും അത് തന്നെ. ഇത് കൾച്ചറല്ല, ഇത് ഈ നമ്മളും പെടും. ഇപ്പോൾ നമ്മളിതേ ഇപ്പോൾ വരാൻ പോണുള്ളൂ, നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. മെറ്റീരിയൽസ് ഇപ്പോൾ നമ്മൾ കയറിയുള്ളൂ അതിലേക്ക്. ഏത് ഈ മൊബൈലിൻ്റെ പുറകെ പോണതും ഡിസൈനർ ഷർട്ടിൻ്റെയും ഷൂ അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ ആയിക്കഴിഞ്ഞ്. ഇനി ഇതിൻ്റെ റിസൾട്ടാണ് ആ സിംഗിളായിട്ട് താമസിക്കേണ്ടതായിട്ട് വരുന്നത്. കാരണം പിള്ളേർ ഇതിനു വേണ്ടിയിട്ട് പുറത്ത് പോയി ജോലി എടുക്കും. അവർക്ക് ജോലി അടിക്കാൻ പറ്റിയ സിറ്റിയിൽ ഇപ്പം തന്നെ ശരിക്കും എറണാകുളത്ത് ഞാൻ നോക്കിയിടത്തോളം തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം അവിടെ ഉള്ള ആൾക്കാരാണ്. തിരുവനന്തപുരം പല സ്ഥലത്തു നിന്നും, ഈ കൊല്ലം, ചങ്ങനാശ്ശേരി ഇവിടെ ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലും. നമ്മളുടെ ആൾക്കാർ കുറവാണ് ഇപ്പോൾ എറണാകുളത്ത്. യൂബറൊക്കെ ഓടിക്കുന്ന മുഴുവൻ കുട്ടികളും എനിക്ക് തോന്നുന്നത് മലപ്പുറം ആ ഭാഗങ്ങളൊക്കെ ആണ്. എല്ലാവരും അവർക്ക് ഇവിടെ ഉണ്ട്, കാശ് കൊണ്ട് അവർക്ക് വേണ്ടത് ജോലി അടിക്കുക. അവരുടെ ഗ്രാമത്തിൽ അവരറിയും എല്ലാവരും, അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവരത് കാരണം വന്ന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക. ഇത് തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത്. അവർ 32nd ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഇതിലേക്ക് കയറി. അതിൻ്റെ ഡാമേജ്, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഡാമേജ് മാറ്റാൻ വേണ്ടി ഓരോരോ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഫ്രിഡ്ജും റേഡിയോയും ടെലിവിഷനും ഇതൊക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വാങ്ങാൻ വേണ്ടി അവരതിലേക്ക് മാറി. അപ്പോൾ അവരതിനെ ശ്രദ്ധിച്ച്. അപ്പോൾ അത് കാരണം അവരുടെ പാരൻസൊക്കെ ഒറ്റപ്പെട്ടു പോയി. ഈ ഞാനൊക്കെ ചില ടൈം ആകുമ്പോഴത്തേക്കും അവർക്കൊക്കെ 80, 84, 85 ഒക്കെ 85 വരെ സിംഗിളായിട്ടാണ് താമസിക്കുന്നത്. അവർ തന്നെ അവരുടെ ഡ്രസ്സ് എന്ത് ചെയ്യണം, കുക്ക് അവർ തന്നെ ചെയ്യണം, എല്ലാം അവർ തന്നെയാണ്. എത്രയോ മൈൽ അകലെയായിരിക്കും പിള്ളേർ താമസിക്കുന്നത്. ചിലപ്പോൾ വേറെ കൺട്രിയിൽ തന്നെ ആയിരിക്കും. ഇപ്പം ഡെബ്ര ഇംഗ്ലണ്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പുള്ളിക്കാരത്തിൻ്റെ ഫാദർ താമസിച്ചിരുന്ന ടെന്നസിയിലാണ് ഒറ്റയ്ക്ക്. അപ്പോൾ അത് ഇവിടെയും അത് തന്നെയാണ്. നമ്മളിപ്പോൾ കുറച്ചും കൂടി ടൈം എടുത്താൽ മതി. ഇപ്പോൾ ആയി വന്നുള്ളൂ, കാലെടുത്ത് വെച്ചിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മളുടെയൊക്കെ ടൈം ആകുമ്പോഴത്തേക്കും ഈ ഒരു 75, 80 ഒക്കെ ആകുമ്പോഴത്തേക്കും ആ കണ്ടീഷനിലാവും. നമ്മളൊന്നും ആരും ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്ക് വന്ന് നിൽക്കാനും പറ്റൂല. കാരണം അവരുടേതായിട്ടുള്ള പ്രൊഫഷൻ, അവരുടേതായിട്ടുള്ള ജീവിത രീതിക്ക് അവർക്ക് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് കുഴപ്പമായി പോകും. അപ്പം ഇത് ഒരു എനിക്ക് മനസ്സിലാക്കിയോടത്തോളം ഇതാണ് അതിൻ്റെ നമ്മളുടെ സൗകര്യങ്ങൾ കൂടുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഈ മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങളുടെ പുറകെ പോണതിൻ്റെ വാക്ക് കറക്റ്റാണെന്ന് എനിക്കറിയില്ല. യോഗ നമുക്കിപ്പം ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഹെൽത്ത്, മൈൻഡ് ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ട് യോഗയുടെ കണക്ഷൻ അത് ജനങ്ങൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ വിദേശ രാജ്യങ്ങളിൽ? അവർ എനിക്ക് തോന്നുന്നത് അവർ പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. 100-200 വർഷം മുമ്പ് തന്നെ ഒരുവിധപ്പെട്ടവരെല്ലാവരും മൊത്തത്തിലല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്നാലും നമ്മളിവിടുത്തെ ആൾക്കാരെല്ലാം കൂടുതൽ അവർക്കറിയായിരുന്നു. ഇവിടെ അറിയാൻ തുടങ്ങിയത് ശരിക്കും ഒരു 90ക്ക് ശേഷമാണ്. സാധാരണ ആൾക്കാരിലേക്ക് 95 ഒക്കെ ആയപ്പോഴത്തേക്കൊക്കെയാണ് എനിക്ക് തോന്നുന്നത് 2000 ആയെന്ന് തോന്നുന്നുണ്ട്. ടെലിവിഷൻ്റെ ഇത് വന്നതിന് ശേഷമാണ് ആയി. അതിന് മുമ്പ് ഈ സന്യാസിമാർ മാത്രം ചെയ്യണ ഒരു ഇതായിട്ടാണ് യോഗനെ ഇവിടെയുള്ള ആൾക്കാർ കണ്ടിരുന്നത്. പക്ഷെ ആ സമയത്തും അവർ ഫിസിക്കൽ എക്സസൈസ് എന്നുള്ള രീതിയിൽ
മൈൻഡ് ഇതായിട്ട് വെസ്റ്റേണിൽ ഇംഗ്ലീഷുകാർ അതിനെ ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ മനസ്സിലാക്കി അവരത് വേറെ രീതിയിൽ വേറെ. അതിന് വിവേകാനന്ദ സ്വാമിയൊക്കെ നല്ല ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട്. അത് കാരണമാണ് രജനീഷും ഇവരൊക്കെ അവിടെ ഇതായത്. അവരുടെ ഒക്കെ ബേസ് എന്ന് പറഞ്ഞ യോഗ തന്നെയാണ്. യോഗ തന്നെയാണ്. യോഗ മെഡിറ്റേഷനും ഒക്കെ തന്നെയാണ്. ആൾക്കാർ അതിന് വേറെ രീതിയിൽ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മഹേഷ് യോഗിയൊക്കെ ഈ ഒരു ഇതിൽ തന്നെ വന്നതാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ മഹേഷ് യോഗിക്ക് അവിടെ വലിയ ആശ്രമമുള്ള ടൈമിന് നമ്മളിവിടെ ഉള്ള ആൾക്ക് സാധാരണക്കാരന് യോഗ അറിയില്ല. നമ്മളിപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത്. അവർ നേരത്തെ അറിഞ്ഞു. അത് തെറ്റിദ്ധാരണയാണ്. ഇവിടെ അവർക്ക് നമ്മളാണ് പഠിപ്പിച്ചു. അങ്ങനെയല്ല, അവർക്ക് നേരത്തെ അറിയാത്. ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അവരും നമ്മളും തമ്മിലുള്ള അപ്രോച്ചിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യാസം എങ്ങനെയാണ്? ഫുഡ് ഹാബിറ്റ്സിൻ്റെയും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് തന്നെ നീങ്ങുകയാണ്. നമ്മളൊരു 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു പെട്ടി കിട്ടും. ആ പെട്ടിക്കകത്ത് മരുന്നായിരിക്കും. അതിങ്ങനെ കഴിച്ച് പോകുന്ന ഒരു അവസ്ഥ നമ്മളെല്ലാ വീടുകളിലും കാണുന്നുണ്ട്. 50-60 വയസ്സ് കഴിയുമ്പോഴേക്കും ഹോസ്പിറ്റലിനാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പരസ്യമുള്ളത്, അല്ലേ? അപ്പോൾ ഇത്രയും കൂടുതൽ മരുന്ന് കഴിച്ച് ജീവിക്കുന്ന ഒരു ജനതയായി മാറുകയാണ് നമ്മൾ. എന്നിട്ട് അതേസമയം നമ്മൾ വെസ്റ്റേണേഴ്സ് കാണുന്നില്ല. അല്ലെങ്കിൽ ഈ നിങ്ങൾ പോയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ആണോ? അല്ല, അവിടെ ഇല്ലായികയില്ല. ഈ സാധാരണ ആൾക്കാർ, ഈ വർക്കിംഗ് ക്ലാസ് അവിടുത്തെ ഇത് ആണല്ലോ, ക്ലാസ് ഉണ്ടല്ലോ, മിഡിൽ വർക്കിംഗ് ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും കുക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അവരപ്പോൾ ഈ ജങ്ക് ഫുഡ് വാങ്ങിക്കുക എന്തെങ്കിലും. അപ്പോൾ അവരുടെ ഹെൽത്തി ഒരു പരിധി വരെ പോക്കാണ്. നമ്മളിവിടുത്തെ പോലെ തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിഡിൽ ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ അവിടെ കഴിക്കണ, വർക്കിംഗ് ക്ലാസ് കഴിക്കണ ഫുഡ് ഇവിടെ കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്. ജങ്ക് ഫുഡ്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് വലിയ പിടുത്തമായിട്ടില്ല. ഫുഡ് എഡ്യൂക്കേഷൻ ഇല്ലല്ലോ. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് 2 സാധനം. എനിക്ക് മനസ്സിലായോടത്തോളം ഇവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തീരുന്ന 2 എഡ്യൂക്കേഷനാണ്. ഒന്ന് ഫുഡും ഒന്ന് സെക്സും. ഇത് 2 പഠിപ്പിക്കാത്തൊരു സാധനം. ഇത് 2 പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. കേരളം അല്ല ഇന്ത്യ, വേൾഡിൽ പഠിപ്പിക്കണല്ലോ ഇത് 2. ഈ 2 സാധനത്തിന് കറക്റ്റ് ടൈമിന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് എന്താണെന്നും ഫുഡ് എങ്ങനെ എന്ത് കഴിക്കണമെന്നുള്ള രീതി പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ യോഗ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ രീതികൾ ഹെൽപ്പ് ചെയ്യും. ഫുഡ് യോഗയുടെ ഇതിൽ തന്നെ പറയാനുണ്ട്. ഫുഡ് കഴിക്കണ രീതിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 നേരം കഴിക്കണവൻ യോഗി, 2 നേരം കഴിക്കണ ഭോഗി, 3 നേരം കഴിക്കണ രോഗി. അപ്പം അത് കറക്റ്റാണ് ആ സംഭവം. അതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും ഞാൻ ഇതുവരെയായിട്ടും മരുന്ന് ഒന്നും എടുക്കണില്ല. ഞാനത് ഈ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് മാത്രമാണ്. എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട എന്നുള്ളതും ആവശ്യത്തിന് എക്സസൈസ് ചെയ്യണതിൻ്റെ പേരിലുമാണ് എനിക്ക് ഈ മെഡിസിൻ ഇതുവരെയായിട്ടും ആവശ്യം വന്നിട്ടില്ല. ഞാനിത് 2 നോക്കണത് കാരണമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മരുന്ന് കഴിക്കുന്നത് നമ്മളാണ് കൂടുതൽ കഴിക്കുന്നത് അതോ പുറത്തുള്ളവർ ഇതുപോലെ തന്നെ കഴിക്കുന്നത്? പുറത്തുള്ളവർ കഴിക്കും. പുറത്തുള്ളവർ ഞാൻ പറഞ്ഞില്ല, ഇതേ കണ്ടീഷനിൽ തന്നെ അവർ ബോക്സിൽ ഓരോ ദിവസം കഴിക്കണം. ഇത് ഒരാഴ്ചത്തേക്ക് ഫില്ല് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. ആ സമയം ഹെൽത്ത് നോക്കണ ആൾക്കാർ ഇതൊന്നും കഴിക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്ന ഫുഡിലാണ്. ഫുഡും നമ്മുടെ ഈ യോഗ പോലെയുള്ള എക്സസൈസ് ആവശ്യമാണ്. ഫിസിക്കൽ ആക്റ്റീവ് ആവശ്യമാണ്. ഇപ്പോൾ ഈ ഒരു കാറ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറേ നാൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അതനങ്ങൂല. അതേപോലെ തന്നെ ബോഡി അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയും അനങ്ങൂല. കൈ പൊക്കുമ്പോഴും കാല് പൊക്കുമ്പോഴൊക്കെ വേദന ഇതൊക്കെ വരും. പക്ഷെ ആ ബോഡി മൂവ്മെൻറ്റ് വേണം. അത് ആ പ്രായം ഓരോ ഇതാണനുസരിച്ചിട്ട് ആൾക്കാർ എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യത്തോടുകൂടെ പോകാം.
അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കാലുവേദന കൈവേദന എന്നൊക്കെ പറയൂലേ. അപ്പം ഈ ബോഡി അല്ലെങ്കിൽ ശരീരം, ആഹാരം, ഇനിയുള്ള മനസ്സാണ്. ഈ മനസ്സിൻ്റെ കാര്യത്തിൽ ഇപ്പം ഉണ്ടായ മാറ്റങ്ങളൊക്കെ, ഫുഡിൻ്റെ മാറ്റം, ജീവിത രീതിയിലുള്ള മാറ്റം, അല്ലെങ്കിൽ മൊത്തത്തിലുണ്ടായിട്ടുള്ള ടെക്നോളജിയുടെ മാറ്റം, ഇതൊക്കെ എങ്ങനെയാണൊരു സൂരജിൻ്റെ അനുഭവത്തിലും അല്ലെങ്കിൽ അഭിപ്രായത്തിലും എങ്ങനെയാണ്, എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സൊല്യൂഷൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റും? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജനങ്ങൾ കണ്ണടച്ച് ഓടുന്നതാണ്. അവർ കോമ്പറ്റീഷനാണ് അൺനെസസറി. അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർ തിങ്ക് ചെയ്യാതെ മറ്റുള്ളവർ ചെയ്യണത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുന്നു. ഇപ്പോൾ ഒരുത്തൻ മാരുതി കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തവൻ ബെൻസ് വാങ്ങിക്കണം. ആ ഒരു ഇതിൽ ഇവർ യഥാർത്ഥ ലൈഫ് മറന്നു പോകും. ഇവർ ആരോഗ്യം നോക്കാൻ പറ്റില്ല. ഈ കോമ്പറ്റീഷൻ മറ്റുള്ള പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പരിധി വരെ നമുക്ക് ഈ വേണ്ടാത്ത ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരില്ല. ഏത് ഈ ഭാരം വരില്ല. ലൈഫ് റിലാക്സ് ആവും. ഇത് അൺനെസസറി നമ്മൾ വെറുതെ ചുമക്കണാണ്. ഓരോരോ ആവശ്യമില്ലാത്ത സാധനം തലയിൽ വെച്ചിട്ട് കയ്യും കാലും ഇട്ടടിക്കും. അതാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ നോക്കിയിടത്തോളം ആൾക്കാർ ഒരു പരിധി വരെ അവർക്ക് തന്നെ അറിയില്ല അവർക്ക് വേണ്ടത് എന്താണെന്നുള്ളത്. അതാണ് കറക്റ്റ്. അവർക്ക് തന്നെ അറിയില്ല അവർക്ക് എന്താ വേണ്ടത്. അത് പഠിച്ചാൽ ലൈഫ് ഈസിയാണ്. ഒരു കുഴപ്പമില്ലാതെ ചിരിച്ച് ലാവിഷ് ഫ്രീ ആയിട്ട് നടക്കാം. നമ്മൾ മക്കൾ ഒരുപാട് കുട്ടികളെ പുറത്തേക്ക് വിടുന്നു, അല്ലെങ്കിൽ അവിടെ പോയിട്ട് അവർ സെറ്റിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അവർ സെറ്റിൽ ചെയ്യുന്നുണ്ടോ, അതോ അവർ ഇപ്പോൾ UK കണ്ടതിൽ നിന്ന് എന്താ തോന്നിയിട്ടുള്ളത്? അവർ ഈ നമ്മളിവിടെ ആകുമ്പോഴത്തേക്കും ഒരു പരിധിവരെ നമ്മളെ കൾച്ചർ അനുസരിച്ചിട്ട് അമ്മയും അച്ഛനും ചെയ്തു കൊടുക്കുമല്ല. അപ്പോൾ ഒരു പരിധിവരെ ലേസി സൊസൈറ്റിയാണ് നമ്മളുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളം ഈ കാലാവസ്ഥ സുഖ കാലാവസ്ഥയാണ്. അപ്പോൾ സമയം അനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വായിക്കാനാ ഇഷ്ടംപോലെ സമയം ഫ്രീ ഉണ്ട്. സത്യത്തിൽ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലേസി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ നമ്മളാണ്. നമ്മുടെ ക്ലൈമറ്റും അതിന് കാരണം ക്ലൈമറ്റാണ്. ഞാൻ നോക്കിയിടത്തോളം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തണുപ്പ് വെതറ് തന്നെയാണെങ്കിൽ എനിക്കൊരു കീറിയ ജാക്കറ്റാണെങ്കിൽ ഞാനത് പുതിയത് വാങ്ങാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകും. അല്ലെങ്കിൽ എനിക്ക് വേറൊരാളെ അത് എന്ത് ചെയ്യൂല, ഞാൻ തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും അവൻ ജോലിക്ക് പോകും. ജോലിക്ക് അതിന് വേണ്ടി പോകുമ്പോഴത്തേക്കും എക്സ്ട്രാ കാശും കിട്ടും. അത് വെച്ച് ചിലവാക്കുമ്പോഴത്തേക്കും അവൻ പിന്നെയും മണി മേക്കിങ്ങിലേക്ക് പോകും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ഈ വീട്ടിൽ ഫാദറാ അല്ലെങ്കിൽ മദർ നോക്കും, അല്ലെങ്കിൽ ബ്രദർ ആരെങ്കിലും ഡിപ്പെൻഡീവായിട്ട് ഇങ്ങനെ നിന്ന് ലേസി ആയിട്ട് കൂട്ടുകാർ അവരിവരെയൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങിയിടും. അപ്പോൾ ഈ പുറത്ത് പോകുമ്പോഴത്തേക്കും പിള്ളേരൊന്നില്ലെങ്കിൽ ഈ എന്തെങ്കിലും ചെയ്യാൻ പഠിക്കുമായിരിക്കും. ഏത് വർക്ക് ചെയ്യാൻ പഠിക്കും, അല്ലെങ്കിൽ സെൽഫ് ഇതായിട്ട് വരുമായിരിക്കും. കഷ്ടപ്പെടാൻ പഠിക്കും, മനസ്സിലാവും. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അവർ സ്വയം എന്തെങ്കിലും ആവും. മറ്റേതിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കുറ്റം, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ജീവിക്കില്ല. അതായത് ഈ എന്താണ് അവർ പറഞ്ഞത്, പഴിചാരുകയാണ്. അതൊന്നും മാറിക്കിട്ടും. പിന്നെ അവർ അത് മാത്രമല്ലല്ലോ, വേറൊരു കൾച്ചറും കൂടി പഠിക്കണല്ലേ. അവർ ജീവിതത്തിൽ വേറൊരു വ്യൂവും കൂടി പഠിക്കണമല്ലോ. അത് എപ്പോഴായാലും അവർക്ക് ഒരു ഗുണം ചെയ്യുമല്ലോ. പൈസ ഉണ്ടാക്കലല്ലല്ലോ എപ്പോഴും, ജീവിതം പഠിച്ചാൽ മതി അല്ല. എങ്ങനെയായാലും അവർക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ളത് ഒരിത് അവർക്ക് മനസ്സിലാവുമായിരിക്കും. ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന ഒരു പ്രവണത പല വീടുകളിലും ആത്മഹത്യകൾ, അതായത് പണ്ട് കൂട്ട ആത്മഹത്യയിൽ കുടുംബം മുഴുവൻ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക. ഇപ്പം പെൺകുട്ടികൾ ഒരുപാട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്, വിവാഹം കഴിച്ചിട്ടുള്ള പെൺകുട്ടികൾ. ഇങ്ങനെയുള്ളൊരു ആത്മഹത്യയുടെ ഒരു സ്റ്റേറ്റായി മാറുന്ന പോലെ തോന്നുന്നുണ്ട്. എന്താണ് ശരിക്കും പറഞ്ഞാൽ സൂരജിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിനെക്കുറിച്ച്, ഇതിനൊരു റെമഡി? ഈ പണ്ട് സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ, ഫാമിലി സപ്പോർട്ട്, ഫ്രണ്ട് സപ്പോർട്ട്, ഇതൊക്കെ ഇപ്പോൾ അത് കുറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ
ഇവർ തന്നെ അത് വലുതാക്കി തിങ്ക് ചെയ്ത് അതിലേക്ക് പോകണം, പ്രശ്നത്തിലേക്ക് ചാടണം. ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നെങ്കിൽ മരിക്കണ ആളായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ പാർട്ട്ണറായിരിക്കും. ആരെങ്കിലും ആയിട്ട് ഇതിൻ്റെ ഉപദ്രവം ഒരാൾ സഹിക്കാൻ വയ്യാതെ വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആണ് ഇതിൻ്റെ എന്താണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരു ഏർലി മാരേജ്, ഇപ്പോൾ എല്ലാവർക്കും ജോലി, വളരെ നേരത്തെ വിവാഹം കഴിക്കുന്ന ഒരു പുതിയ തലമുറ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ വളരെ നേരത്തെ വിവാഹം കഴിക്കുകയും നേരത്തെ വേർപിരിയുകയും അങ്ങനെയും കാണുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഒരു പെട്ടെന്നുണ്ടായ മാറ്റങ്ങളാണ് അല്ലേ? ടെക്നോളജിയും അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്യുന്നുള്ള ജോലിയും അങ്ങനെയുള്ള ശമ്പളവും ഫുഡ് ഹാബിറ്റ്സും ഫാമിലി അറ്റ്മോസ്ഫിയറൊക്കെ മാറിയ എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് വന്നൊരു ചെറിയ കാലം കൊണ്ട്. മറ്റേ എല്ലാ ട്രാൻസ്ഫോർമേഷനും ഒരുപാട് കാലം കൊണ്ടാണ് മാറുന്നത് അല്ലേ? മാറിയുന്നത്. ഇത് പെട്ടെന്നുണ്ടായ മാറ്റം അല്ലേ? അത് ഇൻഫർമേഷൻ പെട്ടെന്നായിപ്പോയി. ഇപ്പോൾ ഏതൊരു ചെറിയൊരു കുട്ടിക്ക് വരെ അവൻ്റെ മൊബൈലിൽ തൊട്ട് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഞാൻ ഈ പറഞ്ഞ ടെനസി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്നത് എന്താണെന്നുള്ളത് അവന് മനസ്സിലാക്കണമെങ്കിൽ അവന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അപ്പോഴത്തേക്കും അവൻ്റെ ബ്രെയിനിൽ ഈ ഒരു കൺസെപ്റ്റും കൂടി കയറുന്നതാണ്. അവർക്ക് അങ്ങനെ ജീവിക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ജീവിക്കാൻ പാടില്ല എന്നുള്ളൊരു. പക്ഷെ അവൻ ഏത് സൊസൈറ്റിയിലാണ്, ആരെ കൂടെയാണ് ജീവിക്കുന്നത്, അവരുടെ മെൻറ്റാലിറ്റി എന്താണെന്നൊന്നും അവനറിയേയില്ല. അവൻ അത് മനസ്സിലാക്കാൻ നിൽക്കണമില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇൻഫർമേഷൻ കൂടുതൽ കിട്ടിയതിൻ്റെ കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഉണ്ട്. ഇപ്പോൾ കൂടുതലും അതാണ് പ്രശ്നം. കാര്യം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്, അതാണാ ശരി, ഇതാണാ ശരി എന്നുള്ളൊരു ഇത്. അതിൻ്റെ കാരണം ഷോർട്ട് ടൈം കിട്ടിയ ഇൻഫർമേഷനാണത്. എന്തിനെക്കുറിച്ചിട്ടും ഈസി ആയിട്ട് കയ്യിലിരിക്കുന്ന മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ വേൾഡിൽ ഇപ്പം നടക്കുന്നത്, നമ്മൾ പണ്ട് 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ അറിയണ സാധനം ഇപ്പോൾ 10 സെക്കൻഡിനുള്ളിൽ അറിയാൻ പറ്റും. അതിൻ്റെ ബാക്ക് ഫയറും കൂടിയാണിത്. അത്രയും അതെ. കാര്യം അതറിയണമെങ്കിൽ അവിടുത്തെ മൊത്തം അറിയണം, അവിടെയുള്ള ആൾക്കാരുടെ ജീവിത രീതി അറിയണം. അതൊന്നും ഇവർക്ക് അറിയേണ്ട കാര്യമില്ല. ഇവർ ജസ്റ്റ് പാർട്ടി ആണെങ്കിൽ ആ പാർട്ടി മാത്രമേ അവർ കാണുന്നുള്ളൂ. അങ്ങനെ ജീവിച്ചാൽ എന്താണ് കുഴപ്പമെന്നുള്ളതാണ് അവരുടെ തിങ്കിങ്. അപ്പം അതിൻ്റെ പേരിലുണ്ടാകുന്ന ക്രാഷാണിത്. കുറച്ച് കഴിയുമ്പോൾ നോർമലാവും, ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളതും. അതാ ഈ വെസ്റ്റിലും ഇത് തന്നെ വരുന്ന തുടക്കത്തിൽ അവരുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, മോഡേൺ ഇതാണ് കൾച്ചർ, മോഡേൺ ഇതാണ്. നമ്മൾ ഈ സാധനങ്ങൾക്ക് മെറ്റീരിയലിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ടായ പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ ഫാമിലി അച്ഛനെ ഡിപ്പെൻഡ് ചെയ്തും പിള്ളേർ ജീവിക്കും. അത് കഴിഞ്ഞ് പിള്ളേർ ജോലി എടുക്കാൻ നേരത്തെ അച്ഛൻ്റെ അടുത്തുകൊണ്ട് കൊടുക്കും. ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. ഇന്നിപ്പോൾ കിട്ടണത് എല്ലാവരും സെൽഫാണ്. ഇപ്പം ആര് കാശുണ്ടാക്കണത് അത് അവരുടെ, ഫാമിലി ഇല്ല. അവരെന്തെങ്കിലും ഞാൻ എന്താ തരേണ്ടതെന്നുള്ള ആ ഒരു ഷെയറിങ് ഇതായിപ്പോയി. ഇപ്പം നമ്മളൊക്കെ അറിയാം, നമ്മൾ ചെറുപ്പത്തിൽ നമ്മളുടെ ഇതിലൊക്കെ വരുമ്പോഴത്തേക്കും ആരെങ്കിലും ഒരാൾ ബില്ല് ഈസി ആയിട്ട് കൊടുക്കും. പക്ഷെ അതിപ്പോൾ മാറിയില്ല. ഇപ്പം എല്ലാവരും ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അത് വെസ്റ്റേൺ പണ്ട് ചെയ്യാൻ തുടങ്ങി, നമ്മളിപ്പോൾ തുടങ്ങി. നമ്മളൊരു ടോട്ടൽ സൊല്യൂഷൻ, എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്കൊരു ഉപദേശം എന്ന് പറയുന്നില്ല, അല്ല ഉപദേശം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കണം, നമ്മളുടെ ആഗ്രഹം എന്താണെന്നുള്ളത്. മറ്റുള്ളവരുടെ ആഗ്രഹമല്ല. മറ്റുള്ളവർ പോണതും പോവുക, അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. നമുക്ക് എവിടെ പോകണം, നമുക്കത് പോകാൻ പറ്റുമോ, അതിനെന്ത് ചെയ്യണം, അതിനിത് ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് നഷ്ടപ്പെടുമോ. ഇപ്പം എനിക്ക് അമേരിക്ക പോകണം, ഇത്ര ലക്ഷം രൂപ വേണം, എനിക്കാണെങ്കിൽ കിട്ടുന്ന വരുമാനം കുറവായിരിക്കും, അപ്പോൾ കൂടുതൽ പണിയെടുക്കണം. അപ്പോൾ ഈ കൂടുതൽ പണിയെടുക്കുമ്പോഴത്തേക്ക് ഈ ഫാമിലി നഷ്ടപ്പെടുമെന്നും കൂടി നോക്കണം. ഞാൻ ജസ്റ്റ് ജോലിക്ക് മാത്രം പോയാൽ പോരല്ലോ എൻ്റെ ആഗ്രഹത്തിന്. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമായിട്ടുള്ള ആൾക്കാരുടെ കാര്യം കൂടി സെയിം ടൈമിന് നടക്കുമോ എങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം കുഴപ്പമാവും.
അപ്പം നമ്മൾ ചൂസ് ചെയ്യുക, നമ്മളുടെ ലിമിറ്റേഷൻ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്താണ് ലിമിറ്റേഷൻ മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ബിൽഡ് ചെയ്യുക. ഇവിടെ ആരും മില്യണയറായിട്ടൊന്നും ജനിക്കണമെന്നില്ല. നമ്മൾക്കത് ആകണമെങ്കിൽ അതിൻ്റെ വഴി നമ്മൾ കണ്ടുപിടിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, ആകും. ഒരു ട്രാവലർ ആകണമെങ്കിൽ എങ്ങനെ ട്രാവൽ ചെയ്യുക, എങ്ങനെ മണി ഉണ്ടാക്കുക എന്നുള്ളത്, ട്രാവലിങ്ങിൽ മണി ഉണ്ടാക്കുക ആൾക്കാർക്ക് പറ്റുമെങ്കിൽ. ഇത് ഓൺ ദ വേയിൽ അവർക്ക് അറിവുണ്ടെങ്കിൽ ക്യാഷ് ഉണ്ടാക്കിയിട്ട് ട്രാവൽ ചെയ്യണവരുണ്ട് ഇഷ്ടം പോലെ. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധനം എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് കൊടുത്തിട്ട് പോണ ആൾക്കാരുണ്ട്. ഇനിയും അടുത്ത യാത്ര എങ്ങോട്ടാ? എനിക്ക് ഈ സൗത്ത് അമേരിക്കയിൽ ശരിക്കും ഒന്ന് പോകണമെന്നുണ്ട്. എവിടെ ഞാൻ പോയിട്ടുണ്ട്, എക്വട്ടോർ, പെറു ഒക്കെ അതിൽ പെട്ടതാണ്. പക്ഷേ ബ്രസീലിൽ ഏപ്രിലിൽ ഇതുണ്ട്, ഏത് കാർണിവൽ ഫെസ്റ്റിവൽ, ഒരു മാസം തൊട്ടുണ്ട്. അപ്പം ആ ഒരു മാസം അവിടെ പോയി നിൽക്കണമെന്നുണ്ട്. പിന്നെ കരീബിയൻ ഐലൻഡിൽ അതെപ്പോൾ എവിടെയെങ്കിലും ആ ലണ്ടനിലൊക്കെ ഉള്ള കുറേ ആൾക്കാർ കരീബിയൻസാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പോകാവുന്ന ഒരിതാണ്. അത് നല്ലൊരു രസമായിട്ടുള്ളൊരു കുറേ ഐലൻഡ് ഉണ്ട് അവിടെ. പിന്നെ ലൈഫ് തുടങ്ങുന്നതിന് മുമ്പ് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈജിപ്ത്. ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഗ്രീക്ക് ഈജിപ്ത് ആയിരുന്നു എൻ്റെ ഡ്രീം സ്ഥലങ്ങൾ. ഇത് ചെറുപ്പത്തിൽ തന്നെ ഗ്രീക്ക് ഫിലോസഫി ഇഷ്ടമായിരുന്നു. പിന്നെ ഇവിടുത്തെ മമ്മി, ആ പീരിമേഡ്, ഇതൊക്കെ കാണണമെന്നായിരുന്നു. ഇതുവരെയായിട്ടും ഈജിപ്തിൽ പോയിട്ടില്ല. ഗ്രീസിൽ പോയി, അത് ഉണ്ട്, അത് എപ്പോഴെങ്കിലും പോകാവുന്നതാണ്. ഐസ്ലാൻഡ് അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. യൂറോപ്പിൽ ഒരുവിധപ്പെട്ട കൺട്രിയെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ യാത്ര ചെയ്തതിലും നമ്മുടെ ഒരുപാട് അനുഭവങ്ങളും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ജീവിതത്തോടുള്ള ഫിലോസഫി അല്ലെങ്കിൽ അതും ഏതാണ്ട് പറഞ്ഞു. അൾട്ടിമേറ്റായിട്ട് പുതിയ തലമുറയോട് പറയാൻ നമുക്ക് എന്ത്, അല്ലെങ്കിൽ ഈ യാത്രകളൊക്കെ ഒരാൾ യാത്ര ചെയ്യുന്നു, ഒന്നെങ്കിൽ പുസ്തകം എഴുതാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം, വേറെ കഥകളിലൂടെ പറഞ്ഞു കൊടുക്കാം. എന്തെങ്കിലും നമ്മൾ പറയണ്ടേ? നമ്മളിപ്പോൾ ഒരു എന്ത് പറയാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക. അത് ആർക്കും ഡാമേജ് ഇല്ലാത്ത വിധത്തിൽ എല്ലാം ഇവിടെ നടക്കും. ഇവിടെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ തയ്യാറാകണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഏറ്റെടുത്തിട്ട് ഏത് ഡ്രീംസ് വേണമെങ്കിലും, നടക്കാത്ത ഒന്നും തന്നെ ഇല്ല, ഒന്നും തന്നെ ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ട്രാവൽ ചെയ്തത് അങ്ങനെയാണ്. വേൾഡും ഒരു പരിധി വരെ ട്രാവൽ ചെയ്തത് ഒന്നുമില്ല ട്രാവൽ ചെയ്ത് ഉണ്ടായതാണെല്ലാം. അപ്പം യാത്ര ചെയ്യുക, യാത്രയിൽ നിന്ന് ഒരുപക്ഷെ പൈസ ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കാൻ പഠിക്കുക, അതെ, പൈസ ഉണ്ടാക്കാൻ പഠിക്കുക, ജീവിക്കുക സന്തോഷത്തോടെ. എന്താണ് വേണ്ടത് എന്ന് ആദ്യം തിരിച്ചറിയുക. അതാണ് ഏറ്റവും വലുത്. മറ്റുള്ളവരുടെ അല്ല, നമ്മൾക്ക് എന്താണ് ആകാനും, നമ്മളെന്താണ് മറ്റുള്ളവരുടെ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് കട്ടപ്പോച്ചാൽ സന്തോഷം ഉണ്ടാകുകയില്ല. കാരണം നമ്മൾ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. അവര് പുറത്ത് കാണിക്കുന്ന അഭ്യാസം മാത്രമല്ല ഇവര് കാണുന്നുള്ളൂ. അവരുടെ റിയൽ എന്താണെന്നുള്ളത് ഇവർക്ക് അറിയില്ല. അപ്പൊ അവര് സ്വന്തം വ്യക്തികൾ അവർക്ക് വേണ്ട അവരുടെ ഡ്രീം അവര് ബിൽഡ് ചെയ്തെടുക്കുക. അതെ, അതൊരു വലിയ അനുഭവം അല്ലേ? ഇത്രയും കാലം ഇപ്പൊ സൂരജിന്റെ യാത്ര എനിക്ക് തോന്നുന്നൊരു 40 വർഷമായിട്ട് സൂര്യ യാത്ര ചെയ്യും അല്ലേ? 30 വർഷമായിട്ടല്ലേ? 40 വർഷം. ഞാൻ 19 ഇവിടെ നിന്ന് പഞ്ചാബിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? യാത്ര തന്നെ, യാത്രയാണ് സുഖം. യാത്ര മറ്റൊരു ഫിലോസഫി അല്ലേ? അപ്പോൾ ഈ പുതിയതായിട്ട് നമുക്ക് ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ പുതിയൊരു ജന്മം പോലെ തന്നെയല്ലേ? ആ ഒരു പുതിയ അറിവല്ലേ? പുതിയ സ്ഥലം, പുതിയൊരു ടേസ്റ്റ്, പുതിയ ആൾക്കാർ അല്ലേ? ഭയങ്കര ഒരു ഫീലല്ലേ അത്? ഭയമാണോ? ഭയമല്ലല്ലോ. ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സ്ഥലത്തും. നമ്മളവിടെ ചെന്ന് അവിടുത്തെ ശ്രദ്ധിക്കുക, അവിടുത്തെ രീതികളും. അവിടെ ഓരോ സ്ഥലത്തും ഓരോ സിസ്റ്റവും കസ്റ്റവും ഉണ്ടാവും. അതാദ്യമേ മനസ്സിലാക്കിയിട്ട്
അതിനനുസരിച്ച് ഒഴുകി പോവുക. അപ്പോൾ ഏപ്രിലിൽ ബ്രസീലിൽ ആ. അവിടുത്തെ കാർണിവൽ വരുമ്പോൾ ആ കാർണിവലിൻ്റെ ഇടയിൽ ഈ തൊപ്പിയും വെച്ച് സൂരജിൻ്റെ ആ മുടിയും തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള സ്റ്റൈലും ഡാൻസും അല്ല, അതിന് മുമ്പ് ഇവിടെ ലണ്ടനിൽ ഈ മാസം അടുത്ത മാസം കാർണിവൽ ഉണ്ട്. അതിന് പോകുന്നുണ്ട്. പിന്നെ അതിനെല്ലാവരും പോക്കുള്ളതാണ്. കാർണിവൽ നോട്ടിംഗ് ഹിൽ കാർണിവൽ അത് മിക്കവാറും ഒഴിവാക്കാറില്ല കൊല്ലങ്ങളായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി യാത്ര ചെയ്യുക, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.